ഓക്കെ, നമ്മൾ പ്രോബ്ലമിലേക്ക് തന്നെ പോകുന്നത്. അതായത് ഈ ടൈപ്സ് ഓഫ് ഫങ്ഷൻസിലെ പ്രോബ്ലംസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. എന്താ പറയുക, സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വർക്കിംഗ് റൂൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ സംശയം തോന്നാതിരിക്കാൻ ഓൺ ടു ആണോ 1-1 ആണോ എന്ന് പരീക്ഷിക്കുന്ന പരിശോധനകളാണ് നടത്തുന്നത്. അപ്പോൾ 1-1 ആണെങ്കിൽ ഉള്ള നിയമങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു വർക്കിംഗ് റൂൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓൺ ടു ആണെങ്കിൽ പാലിക്കേണ്ട വർക്കിംഗ് റൂളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. 2 റൂൾസ് ഉണ്ട് ഓൺ ടുവിൽ. അതൊന്ന് ആമുഖമായി പറയുന്നു. എന്നിട്ട് നമുക്ക് പഴയ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം പഴയത് തന്നെ. എക്സസൈസ് 1-2 NCERT ബുക്കിലെ എക്സസൈസിൽ 1-2 എന്ന് പറഞ്ഞ എക്സസൈസാണ്. രണ്ടാമത്തെ പ്രോബ്ലമാണ്. ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. താഴെ പറയുന്ന ഫംഗ്ഷനുകളുടെ ഇൻജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റിയും പരിശോധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-1 ആണോ എന്ന് പരിശോധിക്കലാണ്. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഓൺ ടു ആണോ എന്ന് പരിശോധിക്കലാണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺ ടു ആണ്, ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1-1 ആണ്. അത്രയേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം 2-4 പ്രോബ്ലം ഉണ്ട്. ഇതിൽ 5 പ്രോബ്ലം ഉണ്ട് ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെ. അതിന് മൂന്നാമത്തെ പ്രോബ്ലമാണ്. എഫ് ഫ്രം ആർ ടു ആർ. ഫങ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ. ആർ എന്നുള്ള സെറ്റിൽ നിന്ന് ആർ എന്നുള്ള സെറ്റിലേക്കുള്ള ഫങ്ഷനാണിത്. ഇവിടെ ആർ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിയൽ നമ്പറിൻ്റെ സെറ്റാണ്. റിയൽ നമ്പർ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പറിൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പറിലേക്കുള്ള എഫ് എന്ന ഫങ്ഷനാണിത്. ഗിവൺ ബൈ ആ ഫങ്ഷനെ സൂചിപ്പിക്കുന്ന ടേം എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് ഫങ്ഷനെ സൂചിപ്പിക്കുന്ന ആ പ്രധാന സെൻറ്റൻസ് കണ്ടീഷൻ. നമുക്ക് ആദ്യം സൊല്യൂഷൻ എഴുതി വെച്ചൂടെ ഇൻജക്റ്റിവിറ്റി നോക്കുകയാണ്. ആദ്യം ഇൻജക്റ്റീവ് ആണോ എന്ന് നോക്കുകയാണ്. ഇൻജക്റ്റിവിറ്റി 1-1 ഫങ്ഷൻ, അതിന് ബ്രാക്കറ്റിൽ 1-1 എഴുതിയിട്ടുണ്ട്. എന്താ നിയമം? ടേക്ക് 2 ആർബിട്രറി എലമെൻറ്റ്സ് ഇൻ എ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡൊമെയിനെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ എയിൽ നിന്ന് ബിയിലേക്ക് എന്നുള്ള ഫംഗ്ഷനിൽ പറഞ്ഞപ്പോൾ എ എന്നാണ് പറയുന്നത്, ഡൊമെയിനെ ഉദ്ദേശിക്കുന്നത്. ടേക്ക് 2 ആർബിട്രറി എലമെൻറ്റ്സ് ഇൻ എ. എയിലുള്ള ഏതെങ്കിലും 2 എലമെൻറ്റ്സ് എടുക്കുക. x1 x2 എന്നുള്ള പേരിൽ ഒന്ന് x1 ഒന്ന് x2 എടുക്കുക. ഏതെങ്കിലും 2 എടുക്കുക. ആൻഡ് ഫൈൻഡ് എഫ് ഓഫ് x1 ആൻഡ് എഫ് ഓഫ് x2. എന്നിട്ട് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2 കാണുക. നമുക്കത് ചെയ്യാം. ടേക്ക് 2 ആർബിട്രറി എലമെൻറ്റ്സ് x1 ആൻഡ് x2 ഫ്രം ആർ. ഇതാണ് ഡൊമെയിൻ, ഇത് റേഞ്ച്. ഇത് കോഡൊമെയിനും ഇത് ഡൊമെയിനുമാണ്. ഇത് ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ. ഡൊമെയിനിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. എക്സ് എപ്പോഴും എടുക്കുക ഡൊമെയിൻ എന്നാണ്. അപ്പോൾ എക്സ് ഡൊമെയിനെടുത്തു, x1ഉം x2ഉം ഡൊമെയിനെടുത്തു. 2 ആർബിട്രറി എലമെൻറ്റ്സ് x1 ആൻഡ് x2 ഫ്രം ആർ, ദ ഡൊമെയിൻ ഓഫ് എഫ്. ഡൊമെയിനിന് അടുത്തതെന്ന് കാണിച്ചു. എന്നിട്ട് എഫ് ഓഫ് x1 എന്ത് വരും? എഫ് ഓഫ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് x1 എന്തായിരിക്കും? x1 സ്ക്വയർ ആയിരിക്കും. എഫ് ഓഫ് x1 ഈക്വൽ ടു x1 സ്ക്വയർ. ഇത് കാരണത്താൽ ആൻഡ് എഫ് ഓഫ് x2 ഈക്വൽ ടു x2 സ്ക്വയർ. ഇത് കാരണത്താൽ തന്നെ അത് കിട്ടി. അപ്പോൾ അത് കണ്ടു. ഫൈൻഡ് എഫ് ഓഫ് x1 ആൻഡ് എഫ് ഓഫ് x2 കഴിഞ്ഞു. വർക്കിംഗ് റൂളിൽ അടുത്ത നിയമം എന്താ വെച്ചാൽ ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. നമ്മളും പറഞ്ഞു ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. അതേപോലെ ചെയ്തു. ഷോ ദാറ്റ് x1 ഈക്വൽ ടു x2. x1 ഈക്വൽ ടു x2 ആണ് നമുക്ക് തെളിയിക്കണം. അതിനെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ ആണ്, എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ x2 സ്ക്വയർ ആണ്. അപ്പോൾ x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ വരും. ഇതായതുകൊണ്ട് ഇത് ഇംപ്ലൈ ചെയ്യുന്നു x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ. നമുക്ക് x1 ഈക്വൽ ടു x2 തെളിയിക്കേണ്ട. അപ്പോൾ x1 എങ്ങനെ കാണാം? അപ്പോൾ x1 കാണണമെങ്കിൽ 2 സൈഡും റൂട്ട് കാണണം. അപ്പോൾ x1 സ്ക്വയറിൻ്റെ റൂട്ട് കാണുമ്പോൾ x1 കിട്ടും. x2 സ്ക്വയറിൻ്റെ റൂട്ട് കാണുമ്പോൾ റൂട്ട് ഓഫ് x2 സ്ക്വയർ. 2 വാല്യൂസ് വരും. ഇംപ്ലൈസ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്ലസ് ഓഫ് എക്സ് ടു വരും, മൈനസ് ഓഫ് എക്സ് ടു വരും. റൂട്ട് ഓഫ് ഇതിൻ്റെ രണ്ട് വാല്യൂസ് വരും. അതിനാൽ പ്ലസ് എക്സ് ടു വരും, മൈനസ് എക്സ് ടു വരും. അപ്പോൾ രണ്ട് വാല്യൂസ് വരും എന്നർത്ഥം. അപ്പോൾ ഇത് ഫലത്തിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് വൺ എടുത്തിരിക്കുന്നത് ഏതിലാണ്? ഡൊമൈനിന് എടുത്തിരിക്കുന്നത്, ആദ്യത്തെ ആറിന് എടുത്തിരിക്കുന്നത്. വൈ അല്ല, അപ്പോൾ എങ്ങനെ വൈ ഒരു അപ്പുറത്തായിരിക്കും അർത്ഥം. എക്സ് വൺ ഇങ്ങനെ വന്നാൽ എക്സ് ടു ഇങ്ങനെ വന്നിട്ട് രണ്ട് വാല്യൂസ് വരും. ഈ രണ്ട് വാല്യൂ വന്നു കഴിയുമ്പോൾ അവിടുന്ന് രണ്ട് ആരോ മാർക്ക് ഇങ്ങനെ വരും, മറ്റേ ചിത്രം വരയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണത് 1 1 ആവില്ല, അതാ പറയുന്നത്. അപ്പോൾ എക്സ് വൺ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് ടു വരും. അതായത് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആകാം, ഓർ എക്സ് വൺ ഈക്വൽ ടു മൈനസ് എക്സ് ടു ആകാം. ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇംപ്ലൈസ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ആണ്. കാരണം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എഫ് വൺ എക്സ് ടു ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം അല്ലാതെയും വാല്യൂസ് ഉണ്ട്. മനസ്സിലായോ? എക്സ് വൺ എന്നുള്ള എക്സ് ടുവും ആകാം, മൈനസ് എക്സ് ടുവും ആകാം. അങ്ങനെ രണ്ട് വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു നമുക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയില്ല എന്നർത്ഥം. അതിനാൽ ഷോ ദാറ്റ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ഇത് ഷോ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പറയാം 1 1 ഫംഗ്ഷനാണ്. പക്ഷെ ഷോ ചെയ്തില്ലല്ലോ. എഫ് വൺ ഈക്വൽ ടു എഫ് ടു എന്നത് ഇംപ്ലൈ ചെയ്യുന്നു. എഫ് വൺ ഈക്വൽ ടു എഫ് ടു എന്നുള്ളത് ഇംപ്ലൈ ചെയ്യണം എന്ത്? എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ഇംപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലല്ലോ. അപ്പോൾ നമുക്കിത് എഴുതാൻ വേണമെങ്കിൽ ഈ വരി ഒന്നും കൂടെ ഇവിടെ എഴുതാമെന്നർത്ഥം. എഫ് വൺ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇത് ഈ പറഞ്ഞത് അതൊന്നുകൂടി എഴുതാൻ മാത്രമേ എഴുതുന്നില്ല. ഇത് ഇംപ്ലൈ ചെയ്യുന്നില്ല. എന്ത്? ഇത് ഇംപ്ലൈ ചെയ്യുന്നില്ല. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈ ചെയ്യുന്നില്ല. എന്ത് ഇംപ്ലൈ ചെയ്യുന്നില്ല? എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് ഇംപ്ലൈ ചെയ്യുന്നില്ല. കാരണം എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു വരുന്നത്. അതിനാൽ എഫ് ഈസ് നോട്ട് ഇൻജക്റ്റീവ്. അങ്ങനെ എഴുതിയാൽ മതി. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുന്നത് ഇംപ്ലൈ ചെയ്യുന്നില്ല. ഇംപ്ലൈ എന്ന് എഴുതിയിട്ട് വെട്ടി. എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു അങ്ങനെ പറയാൻ നമുക്ക്. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഇൻജക്റ്റീവ്. ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇംപ്ലൈ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കിത് 1 1 ആണെന്ന് പറയാമായിരുന്നു. ഇപ്പോൾ 1 1 അല്ല. നമുക്ക് ഈ ഫംഗ്ഷൻ സബ്ജക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കാം. പ്രോബ്ലമൊക്കെ അതേപോലെ ഉണ്ട്. ഇവിടെ മാത്രം മാച്ചു, ഇവിടെ നിന്ന് താഴത്തേക്ക് മാത്രമേ മാച്ചുള്ളൂ. പ്രോബ്ലം അത് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വർക്കിംഗ് റൂൾ ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ടതേ മാച്ചു പറഞ്ഞിട്ടില്ല. എക്സസൈസ് അതേ തന്നെയാണ്. ഫംഗ്ഷൻ ആറിൽ നിന്ന് ആറിലേക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതേ പ്രോബ്ലം തന്നെ നമ്മളിപ്പോൾ 1 1 ടെസ്റ്റ് ചെയ്താണ്. ഇൻജക്റ്റിവിറ്റി ടെസ്റ്റ് ചെയ്താണ്. സബ്ജക്റ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാണ്. ഓൺ ടു ആണോ എന്ന് നോക്കുകയാണ് നമ്മൾ. അതിൻ്റെ നിയമം എന്താണ്? ടേക്ക് വൈ ഈക്വൽ ടു വൈ ബിലോങ്സ് ടു കോഡൊമെയിൻ ഓഫ് എഫ്. കോഡൊമെയിനിൽ നിന്ന് വൈ എന്നുള്ള അംഗത്തെ എടുക്കണം. വൈയെ കോഡൊമെയിനിൽ എടുക്കണം. എഫിൻ്റെ കോഡൊമെയിനിൽ എടുക്കണം. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ, ഇത് ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ. ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഈ ആറിൽ നിന്നാണ് എടുക്കേണ്ടത്. ടേക്ക് വൈ ബിലോങ്സ് ടു ആർ എടുത്തു. കോഡൊമെയിൻ ഓഫ് എഫ് എന്ന് എടുത്തു. ആർ എന്ന് പറഞ്ഞാൽ കോഡൊമെയിൻ ഓഫ് എഫ് ആണെന്ന് പറഞ്ഞു. എടുത്തു. എന്നിട്ടോ എടുത്തു. പിന്നെ ഷോ ദാറ്റ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അത് കാണിക്കണം. നോക്കുക. ദെൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കാണിച്ചു. അപ്പോൾ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എന്ന എക്സ് സ്ക്വയർ ആണല്ലോ. എഫ് ഓഫ് എക്സ് എന്ന എക്സ്. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇംപ്ലൈസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇംപ്ലൈസ് രണ്ട് ഭാഗത്തും നമുക്ക് എക്സ് ആണ് കാണുന്നത്. സോൾവ് ഫോർ എക്സ് ആണ്. സോൾവ് ഫോർ എക്സ് അതായത് എക്സിന് വേണ്ടി സോൾവ് ചെയ്യണം. എക്സ് കിട്ടാൻ വേണ്ടി സോൾവ് ചെയ്യണമെന്നാണ്. അപ്പോൾ വൈ ആകുമ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് വൈ ഈക്വൽ ടു എക്സ്. അത് എക്സ് കിട്ടണ മാതിരി സോൾവ് ചെയ്യണം. അപ്പോൾ എക്സ് കിട്ടാൻ എന്ത് ചെയ്തു?
ഇവിടെ എക്സ് കിട്ടണമെന്ന് വെച്ചാൽ റൂട്ട് കാണാം. അപ്പോൾ ഇവിടെ റൂട്ട് കാണും, രണ്ട് സൈഡ് റൂട്ട് കാണും, ഒരു ഈക്വേഷൻ രണ്ട് ഭാഗത്ത് റൂട്ട് കാണും. അപ്പോൾ കണ്ടു. അപ്പോൾ റൂട്ട് വൈ കിട്ടി, വലതുവശത്ത് എക്സും കിട്ടി. അപ്പോൾ റൂട്ട് വൈ ഈക്വൽ ടു എക്സ്, അത് തിരിച്ചിട്ടു. ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു റൂട്ട് വൈ. എക്സ് ഈക്വൽ ടു റൂട്ട് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ് വരും, പ്ലസ് ഓർ മൈനസ് വൈ, പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ വരും. അതുവരെ ശരിയാണ്. റൂട്ട് വൈ ചിലപ്പോൾ നമ്മൾ 4 കൊടുത്തു, നമുക്ക് ആദ്യം 4 കൊടുത്തു വിചാരിക്കാം. റൂട്ട് വൈ 4 കൊടുത്തു വിചാരിക്കാം. എന്താ ഇവിടെ അതിന് ക്രിയകൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് 4 വൈ 4 കൊടുത്തു വിചാരിക്കാം. വൈ 4 കൊടുത്താൽ ദെൻ പ്ലസ് ഓഫ് മൈനസ് റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ എന്താവും? വൈയുടെ സ്ഥാനത്ത് 4 പ്ലസ് ഓഫ് മൈനസ് 4 വരും. അതായത് പ്ലസ് 2 മൈനസ് 2 വരും. അപ്പോൾ നമ്മൾ നോക്കും ശരിയാണോ. ഇതിപ്പോൾ പ്ലസ് 2 മൈനസ് 2 ഒക്കെ ഏതിലുണ്ട്? ഏത് സെറ്റിലുണ്ട്? റിയൽ നമ്പറിലുണ്ടല്ലോ. അപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ടും ഉണ്ടായതുകൊണ്ട് ആ കാരണം കൊണ്ടായിരിക്കും ഇത് എന്താ പറയുക, ഇത് ഓൺ ടു അല്ലാതെ പോകാമെന്ന് വിചാരിക്കും. പക്ഷെ ആ കാരണം കൊണ്ടല്ല പോവാം. അത് രണ്ടും ഇതിലുണ്ട്, ശരി തന്നെ, 2 വാല്യൂ ഇതിലുണ്ട്. വേറൊന്നുണ്ട്, എക്സ് കണ്ടെത്തി. എക്സ് ബിലോങ്സ് ടു, എന്നിട്ട് എന്ത് ചെയ്യണം? എക്സ് ബിലോങ്സ് ടു കോഡമൈൻ എഫ് എഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സ് 2 ഉണ്ടല്ലോ, പ്ലസ് 2 മൈനസ് 2 ഉണ്ടല്ലോ, അത് കോഡമൈനിലുണ്ടോ നോക്കി. അല്ല, ഡൊമൈനിൽ. എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് എഫ് കണ്ടെത്തണം. അപ്പോൾ എക്സ് 4 കൊടുത്തതിന് ശേഷം വൈ 4 കൊടുക്കുമ്പോൾ എക്സ് എന്ത് കിട്ടി? പോസിറ്റീവ് 2 നെഗറ്റീവ് 2 കിട്ടി. അത് ഡൊമൈനിലുണ്ടോ നോക്കണം. ഡൊമൈനിലുണ്ടോ നോക്കി നമ്മൾ. ഡൊമൈനിലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്തായി? ഡൊമൈനിൽ അതുണ്ട്. ഡൊമൈനിലുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഇത് എന്തായിരിക്കണം? ഇത് ഓൺ ടു ആയിരിക്കണം. ഡൊമൈനിലുണ്ടെങ്കിൽ ആയിരിക്കണമല്ലോ. ഇത് ഓൺ ടു ഫംഗ്ഷനിൽ കാണാനുള്ള വഴിയാണിത്. ഡൊമൈനിലുണ്ടെങ്കിൽ അത് ഓൺ ടു ആയിരിക്കണം. പക്ഷെ പ്രശ്നമുണ്ട്. അതായത് നമ്മൾ 4 കൊടുത്തത്, ഒരു നെഗറ്റീവ് സംഖ്യ കൊടുത്തു നോക്കിയാൽ വിവരം അറിയും. നോക്കൂ, ഒരു നെഗറ്റീവ് സംഖ്യ കൊടുക്കും. നെഗറ്റീവ് സംഖ്യ ഉണ്ടല്ലോ ഇതിൽ, റിയൽ നമ്പറിലുണ്ടല്ലോ. അപ്പോൾ നെഗറ്റീവ് സംഖ്യ കൊടുത്തു നോക്കൂ. വൈ ഈക്വൽ ടു -4 കൊടുത്തു. അപ്പോൾ എന്താ വരിക നോക്കൂ. കാരണം വൈ -4 ആകാം, +4 ആകാം. കാരണം ഈ 6ലാണ്. 6ൽ നെഗറ്റീവ് സംഖ്യയുണ്ട്, പോസിറ്റീവ് സംഖ്യയുണ്ട്. അപ്പോൾ ബട്ട് വൈ ഈക്വൽ ടു -4 കൊടുത്തു നോക്കുക. +4 കൊടുത്തത് ശരിയാ, ഇത് ഓൺ ടു ഫംഗ്ഷൻ ആവണം. കാരണം തെളിഞ്ഞു. പക്ഷേ -4 കൊടുക്കുമ്പോൾ ഉണ്ടാവും നോക്കൂ. ഏതെങ്കിലും നെഗറ്റീവ് സംഖ്യ കൊടുത്തു നോക്കൂ. ദെൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ റൂട്ട് വൈയുടെ സ്ഥാനത്ത്, വൈയുടെ സ്ഥാനത്ത് -4 വരും, പ്ലസ് -4 വരും, മൈനസ് -4 വരും, പ്ലസ് -4 റിയൽ നമ്പറിലല്ല. 2 സംഖ്യകൾ, പോസിറ്റീവ് സംഖ്യേനെ പോസിറ്റീവ് സംഖ്യ കുടിച്ചാൽ +4 കിട്ടുക. നെഗറ്റീവ് സംഖ്യേനെ നെഗറ്റീവ് 2നെ -2 കൊണ്ട് കുടിച്ചാലും +4 കിട്ടും. നെഗറ്റീവ് സംഖ്യയ്ക്ക് റൂട്ടില്ല നമ്മുടെ കണക്ക് പ്രകാരം, റിയൽ നമ്പറിലില്ല. അതിന് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ വേറൊരു സിസ്റ്റം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വേണ്ടത്. പക്ഷെ റിയൽ നമ്പറിലില്ല. അതായത് ഈ അംഗങ്ങളൊന്നും റിയൽ നമ്പറിലില്ല എന്നർത്ഥം. √4 റിയൽ നമ്പറിലില്ല, -√4 റിയൽ നമ്പറിലില്ല. അത് റിയൽ നമ്പറിൽ ഇല്ലാത്തതുകൊണ്ട് എക്സ് നോട്ട് ബിലോങ്സ് ടു ആർ. അല്ലെങ്കിൽ ഓൺ ടു ആയി നമുക്ക് തീരുമാനിട്ട് പോയേനെ. പക്ഷെ അതല്ല, ഈ കാരണം കൂടെ നോക്കണം, റൂട്ടിൻ്റെ ഉള്ളതും കൂടെ നോക്കണം എന്നർത്ഥം. ഇതല്ലെങ്കിൽ, ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയതോട്ട് രണ്ടാമത്തേക്ക് നോക്കണം. ഇതല്ലാന്ന് വെച്ചാൽ പിന്നെ അവിടെ ഇട്ടാൽ മതി. കഴിഞ്ഞ എക്സാമ്പിളിൽ അങ്ങനെ സംഭവിച്ചത്. അതല്ലായിരുന്നു, അപ്പോൾ വെറുതെ വിട്ടു. ശരിക്കും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത് വൈ 4 കൊടുത്തപ്പോൾ ഇത് രണ്ടും 6ലെ അംഗമായി വന്നല്ലോ. അപ്പോൾ ഇത് ഓൺ ടു ആണെന്ന് തെളിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മറ്റൊന്നും കൂടെ നോക്കണം. അതായത് -4 കൂടെ ഉണ്ടല്ലോ. അപ്പോൾ -4 കൊടുത്തു നോക്കണം. -4 കൊടുക്കുമ്പോൾ മനസ്സിലാവും 6ലെ അംഗമല്ല. 6ൻ്റെ അംഗമില്ലാത്തതിനാൽ എക്സ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇതാ നോക്കൂ, വൈ കൊടുത്തു നമ്മൾ. കോഡൊമൈൻ ഓഫ് എഫിൽ നിന്ന് വൈ എന്ന് എടുത്തു. എന്നിട്ട് വൈ ഓഫ് എഫ് എക്സ് ഷോ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സിൻ്റെ വില കണ്ടു. എക്സ് ഡൊമൈനിൽ ഉണ്ടോ നോക്കി. ഇവിടെ എക്സ് ഡൊമൈനിൽ ഇല്ല. ഡൊമൈൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്താകുമായിരുന്നു? ഓൺ ടു ഫംഗ്ഷൻ ആകുമായിരുന്നു. പക്ഷെ ഡൊമൈനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എഫ് ഈസ് നോട്ട് സർജൻറ്റീവ്. അപ്പോൾ ഇനി അടുത്ത പ്രോബ്ലം. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്.
എക്സസൈസ് 1-2 രണ്ടാമത്തെ പ്രോബ്ലം തന്നെ അതിൽ നാലാമത്തെ, ഈ 4 പ്രോബ്ലംസിൽ നാലാമത്തെ. അപ്പോൾ ആ പ്രോബ്ലം എന്താണ്? ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ, എന്നിൽ നിന്ന് എന്നിലേക്കാണ്. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇതാണ് കണ്ടീഷൻ. ഫംഗ്ഷൻ ആയിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാൽ. അതുകൊണ്ടാണ് ഫംഗ്ഷനെ നിയന്ത്രിക്കുന്ന ഫോർമുല അതാണെന്ന് അർത്ഥം. നോക്കാം നമുക്ക് എങ്ങനെ നമ്മൾ ഇൻജക്റ്റിവിറ്റി അളക്കുക. ഇൻജക്റ്റീവ് ആണെന്ന് എങ്ങനെ പരിശോധിക്കുക? 1 ഫംഗ്ഷനുള്ള നിയമം നോക്കൂ. അത് പേർക്കുറെ പഠിച്ചാണ് നിങ്ങൾ ഇത് ചെയ്യാൻ. അതന്നെ ഇവരോട് എഴുതി വയ്ക്കാൻ കാരണം ഇത് പഠിക്കണം, ഓരോരുത്തർക്കും അറിയണം. ടേക്ക് 2 ആർബിട്രറി എലമെൻറ്റ്സ് ഇൻ എ. ആദ്യത്തെ സെറ്റിൽ നിന്ന് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റിന് ഡൊമെയിൻ എന്ന് പറയാം. എ എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ എന്ന് പറയാമായിരുന്നു. എ എന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, എയിൽ നിന്ന് ബിയിലേക്കുള്ള സെറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എ എന്ന് പറയാം. ടേക്ക് 2 ആർബിട്രറി എലമെൻറ്റ്സ് ഫ്രം എയിൽ നിന്ന് എടുത്തു. ടേക്ക് 2 ആർബിട്രറി എലമെൻറ്റ്സ്, ദ സൊല്യൂഷൻ. ഇൻജക്റ്റിവിറ്റി 1 ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ടേക്ക് 2 ആർബിട്രറി എലമെൻറ്റ്സ് x1 ആൻഡ് x2 ഫ്രം എൻ. ഇതാണ് ഡൊമെയിൻ. ഈ ഡൊമെയിനടുത്ത് ഇത് ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ, ഇത് ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ. ആദ്യത്തെ ഡൊമെയിനടുത്ത് ഡൊമെയിനാണ് എടുക്കേണ്ടത്, എയിൽ നിന്നാണ് എടുക്കേണ്ടത്, ആദ്യത്തെ സെറ്റിൽ നിന്ന് എടുക്കേണ്ടതെന്ന് അർത്ഥം. എടുത്തു. ഫ്രം എൻ, ഡൊമെയിൻ ഓഫ് എഫ്. ഡൊമെയിനാണ്, എഫിൻ്റെ ഡൊമെയിനാണ് എടുത്തത്. എക്സ് എപ്പോഴും ഡൊമെയിനാണ് വരിക. വൈ ആണ് എപ്പോഴും എന്ത് വരിക? വൈ ആണ് കോഡൊമെയിനിൽ വരിക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ് ഡൊമെയിനും വൈ കോഡൊമെയിനും ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് 1 ആൻഡ് എഫ് ഓഫ് എക്സ് 2. എഫ് ഓഫ് എക്സ് 1ഉം എഫ് ഓഫ് എക്സ് 2ഉം കാണുക. ഫൈൻഡ് എഫ് ഓഫ് എക്സ് 1 ആൻഡ് എഫ് ഓഫ് എക്സ് 2 കാണാം നമുക്ക്. ദെൻ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ത് വരും? x1 ക്യൂബ്. എക്സിൻ്റെ സ്ഥാനത്ത് x1 അല്ലേ, അപ്പോൾ x1ൻ്റെ ക്യൂബ്. എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ x1ൻ്റെ ക്യൂബ്, x1ൻ്റെ ക്യൂബ്, x1 ക്യൂബ്. ആൻഡ് എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാലോ x2 ക്യൂബ്. രണ്ടും കണ്ടു. എഫ് ഓഫ് എക്സ് 1ഉം എഫ് ഓഫ് എക്സ് 2ഉം കണ്ടു. അടുത്ത സ്റ്റെപ്പ്, ലെറ്റ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. സമ്മതിച്ചു, ഇത് കണ്ടു. അപ്പോൾ നമ്മളും പറഞ്ഞു ലെറ്റ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. അത് ഇംപ്ലൈ ചെയ്യുന്നുണ്ട് വേറൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? x1 ക്യൂബാണ്. എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ x2 ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ് വരും. മനസ്സിലായോ? x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ് വരും ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 തന്നെ വരിക. കാരണം പറയാം. ഒന്നാമത് ഇതിൽ ഈ എക്സ് എടുക്കുന്നത് എവിടുന്നാണ്? ഈ എന്നെന്ന് എടുക്കുക, ആദ്യത്തെ സെറ്റിൽ നിന്ന് എടുക്കുക. എക്സ് വാല്യൂ ഒക്കെ വരുന്നത് ഡൊമെയിനാണ് വരിക. ഡൊമെയിൻ എന്നാണ് വരുന്നത്. എന്ന് നമ്മൾ എടുത്ത x1ഉം x2 എടുത്തത്. അപ്പോൾ ഈ 2 വാല്യൂ എടുക്കുന്നത് എന്നാണ്. അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ ഇതിൽ വരും. പോസിറ്റീവ് ആയ സംഖ്യകളൊക്കെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യയുടെ ക്യൂബ് റേസ് ടു 3 ആണ്. x1 ക്യൂബാണ്. ഏതെങ്കിലും ഒരു സംഖ്യയുടെ ക്യൂബ് കണ്ടു നോക്കുക നമുക്ക്. ഇപ്പോൾ പോസിറ്റീവ് 2 ഇൻറ്റു പോസിറ്റീവ് 2 ഇൻറ്റു പോസിറ്റീവ് 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 8 ആണ് അല്ലേ? പോസിറ്റീവ് 2 ഇൻറ്റു പോസിറ്റീവ് 2 ഇൻറ്റു പോസിറ്റീവ് 2 ഈക്വൽ ടു പോസിറ്റീവ് 8 ആണ്. അത് നമുക്കറിയാം. അപ്പോൾ എന്ത് കാണാം നമുക്ക്? പോസിറ്റീവ് 8ൻ്റെ ക്യൂബ് എന്തായിരിക്കും? ക്യൂബ് റൂട്ട്. പോസിറ്റീവ് 8ൻ്റെ ക്യൂബ് റൂട്ട്. ഇതൊരു ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. ക്യൂബ് റൂട്ട് എന്തായിരിക്കും? 3 വിളിച്ചിട്ട് കിട്ടിയതിൻ്റെ ക്യൂബ് റൂട്ട് പോസിറ്റീവ് 2 അല്ലേ? പോസിറ്റീവ് 2 ഇൻറ്റു പോസിറ്റീവിൻ്റെ പോസിറ്റീവ് 2 ഈക്വൽ ടു പോസിറ്റീവ് 8 പോസിറ്റീവ് 8ൻ്റെ ക്യൂബ് റൂട്ട് എന്ത് വരും? പോസിറ്റീവ് 2. അപ്പോൾ ഒരു വാല്യൂ വരും എന്നർത്ഥം. ഒരു വാല്യൂ മാത്രമേ ഏതിലുണ്ടാവും? ക്യൂബിൻ്റെ ക്യൂബ് റൂട്ടിലുണ്ടാവും എന്നർത്ഥം. മനസ്സിലായി? സ്ക്വയർ റൂട്ടിലാണ് 2 വാല്യൂ വരിക. ക്യൂബ് റൂട്ടിൽ എപ്പോഴും ഒരു വാല്യൂ വരും. അത് ശ്രദ്ധിക്കണം. സ്ക്വയർ റൂട്ടിൽ 2 വാല്യൂസ് വരും. കാരണം പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവാണ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവും പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് സംഖ്യയുടെ സ്ക്വയർ റൂട്ടിൽ എപ്പോഴും 2 വാല്യൂസേ വരും. 2 വാല്യൂസ് വരും. അതായത് സ്ക്വയർ റൂട്ട് പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. പക്ഷേ ക്യൂബ് റൂട്ടിന് ആ പ്രശ്നമില്ല. ക്യൂബ് റൂട്ട് എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു സൈനേ വരും. ഇതിപ്പോൾ പോസിറ്റീവ് സംഖ്യയുടെ ക്യൂബ് റൂട്ട് നെഗറ്റീവ് സംഖ്യയുടെ ആണെന്ന് വെച്ചാൽ തന്നെ വരും.
നെഗറ്റീവ് സംഖ്യ വീണ്ടും നെഗറ്റീവ് തന്നെ വരും, ഒറ്റ വാല്യൂ വരും എന്നർത്ഥം. ഇതിപ്പോൾ n പോസിറ്റീവാണ്, നമ്മൾ n എന്ന് എടുത്തത് x1 x2 എടുത്തത്, അപ്പോൾ രണ്ടും പോസിറ്റീവ് വരെ വരും. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ക്യൂബ് ഈക്വൽ ടു ഇതിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വലാണ്. എഫ് ഓഫ് x1ഉം x2 ഈക്വലാണെന്ന് വെച്ചാൽ x1ഉം x2ഉം ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? x1 ഈക്വൽ ടു x2 കിട്ടും. അപ്പോൾ x1 ഈക്വൽ ടു x2 ആയി കഴിഞ്ഞാൽ തെളിഞ്ഞല്ലോ. x1 ഈക്വൽ ടു x2 ആണെന്ന് വെച്ചാൽ എന്താ കാരണം? 1 ഫംഗ്ഷനാണത്. അത് എഴുതി വെച്ചു, ഇത്രയേ ഉള്ളൂ. സിൻസ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 അതിനെ ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. എഫ് ഈസ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് അർത്ഥം. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തായി നമുക്ക് നോക്കാനുള്ളത് ഇത് സബ്ജക്റ്റീവ് ആണോ 1 ആണോ എന്നാണ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ സബ്ജക്റ്റിവിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഈ പ്രോബ്ലം ഈ ഫംഗ്ഷൻ്റെ സബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് പരിശോധിക്കുകയാണെന്ന് അർത്ഥം. ഓൺ ടുവിനാണ് സബ്ജക്റ്റീവ് എന്ന് പറയുക. ഓൺ ടു ആണോ എന്ന് പരിശോധിക്കുകയാണ് സബ്ജക്റ്റിവിറ്റി. ഇത് പ്രോബ്ലം അവിടെ എഴുതിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പഴയതൊക്കെ ഉണ്ട്, അത് അവിടെ തന്നെ നമുക്ക് ഓർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഫംഗ്ഷൻ ഇത് എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ ഫംഗ്ഷൻ തന്നെയാണ്. അത് ഇവിടെ നമുക്ക് മാച്ചു താഴത്തേക്ക്. എന്നിട്ട് നമുക്ക് കഴിഞ്ഞ നമ്മളവിടെ ഇൻജക്റ്റിവിറ്റി എന്ന് എഴുതിയിരുന്നു, ഇപ്രാവശ്യം സബ്ജക്റ്റിവിറ്റി ഓൺ ടു എന്ന് എഴുതി. ഇനി സബ്ജക്റ്റിവിറ്റി നോക്കാനുള്ള വഴി ഇതാണ്. ഓൺ ടു ഫംഗ്ഷൻസ് സബ്ജക്റ്റിവിറ്റി നോക്കാനുള്ള വഴി ഇതാണ്. ടേക്ക് y ഫ്രം n. ടേക്ക് y ബിലോങ്സ് ടു കോഡൊമൈൻ ഓഫ് എഫ്. കോഡൊമൈൻ ഓഫ് എഫ് എന്നാണ് എന്തെടുക്കേണ്ടത്? y എടുക്കാൻ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളത് ചെയ്തു. ടേക്ക് y ഫ്രം n കോഡൊമൈനാണ്. അല്ല y n ഡൊമൈനാണ്. അല്ല n ഇത് ഡൊമൈൻ്റെ എന്നാണ്, ഇത് കോഡൊമൈൻ്റെ എന്നാണ്. ഇതിന്ന് എടുക്കാനാണ് പറഞ്ഞത്. ഫ്രം ടേക്ക് y ബിലോങ്സ് ടു കോഡൊമൈൻ ഓഫ് എഫ് ആ പറഞ്ഞത്. അപ്പോൾ ഈ എന്നല്ല എടുത്തത്, ഡൊമൈൻ എന്നല്ല എടുത്തത്, കോഡൊമൈൻ എടുത്തത്. കോഡൊമൈനിന്ന് എന്തെടുത്തു? y എന്നുള്ള വില എടുത്തു. ടേക്ക് y ഫ്രം n ദ കോഡൊമൈൻ ഓഫ് എഫ്. മനസ്സിലായോ? കോഡൊമൈൻ എടുത്തത്. പോസിറ്റീവ് സംഖ്യ ആയിരിക്കും എടുക്കുക അല്ലേ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. ഏതെങ്കിലും പോസിറ്റീവ് സംഖ്യ എടുക്കുക. മനസ്സിലായോ? പോസിറ്റീവ് സംഖ്യ എപ്പോഴും എടുക്കൂ. കാരണം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സംഖ്യ. അപ്പോൾ അത് എടുത്തതെന്ന് വിചാരിക്കുക. പോസിറ്റീവ് സംഖ്യ എടുത്തത്. മനസ്സിലായോ? പോസിറ്റീവ് സംഖ്യ. ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അടുത്തത് എന്താണ്? ഷോ ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സോൾവ് ചെയ്യാം, അത് കാണിക്കാറുണ്ട്. ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പം നമുക്ക് അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്ത്? ഇംപ്ലൈസ് y ഈക്വൽ ടു എക്സ് ക്യൂബ്. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എക്സ് ക്യൂബ് വരും. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ് വരുമ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളത് y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നാവും. y ഈക്വൽ ടു എക്സ് ക്യൂബ് കിട്ടി. ദാറ്റ് ഇംപ്ലൈസ്. ഇനി ഇതിന് എക്സാ കാണേണ്ട നമുക്ക് സോൾവ് ഫോർ എക്സാ പറഞ്ഞത്. സോൾവ് ഫോർ എക്സ്. എക്സിന് വേണ്ടി സോൾവ് ചെയ്യണം. അപ്പോൾ എക്സ് എങ്ങനെ കാണും? എക്സ് ക്യൂബിൽ നിന്ന് എക്സ് കാണുന്ന വെച്ചാൽ എന്ത് വേണം? ക്യൂബ് റൂട്ട് കാണും. മനസ്സിലായോ? ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ക്യൂബാണ് എക്സ്. എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് ക്യൂബ്. എക്സ് ആണ് എക്സ് ക്യൂബ്. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ക്യൂബ് റൂട്ടാണ് എക്സ്. അപ്പോൾ ക്യൂബ് റൂട്ട് അതേമാതിരി ഒരു ഭാഗത്ത് മാത്രമേ കാണാൻ പറ്റില്ല, മൊത്തം ഈക്വേഷൻ്റെ ക്യൂബ് റൂട്ടാണ്. അപ്പോൾ ഇവിടെയും ക്യൂബ് കണ്ടു, ഇവിടെയും ക്യൂബ് കണ്ടു. ഇവിടെ ക്യൂബ് കണ്ടപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് y കിട്ടി. ഇവിടെ ക്യൂബ് റൂട്ട് കണ്ടപ്പോൾ ക്യൂബാണ് പോയി എക്സ് കിട്ടി. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് y ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. മനസ്സിലായോ? രണ്ട് സ്ഥലത്തും ക്യൂബ് റൂട്ട് കാണുമ്പോൾ ഈ ക്യൂബ് പോകും, അത് എക്സ് ആവും. ഇത് എക്സ് ആവും, ഇത് ക്യൂബ് റൂട്ട് ആവും. ക്യൂബ് റൂട്ട് ഓഫ് y ആവും. കണ്ടു? ഇനി അത് തിരിച്ചിട്ടു. എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് y നിൽക്കും. ക്യൂബ് റൂട്ട് ഓഫ് y ഈക്വൽ ടു എക്സ് എന്നുള്ളത് തിരിച്ചിട്ടു. അപ്പോൾ എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് y എന്ന് കിട്ടി. ക്യൂബ് റൂട്ട് ഓഫ് y ഇനി എന്താ നോക്കേണ്ടത്? ക്യൂബ് റൂട്ട് ഓഫ് y സോൾവ് ചെയ്തു. എക്സിൻ്റെ വില കിട്ടി. എന്താ കിട്ടിയത്? ക്യൂബ് റൂട്ട് ഓഫ് y കിട്ടി. സോൾവ് ചെയ്തു എന്നർത്ഥം. സോൾവ് ചെയ്ത് ഇനി എന്താ ചെയ്യേണ്ടത്? ചെക്ക് എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് എഫ്. അതാണ് ചെക്ക് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. ഈ എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് y ഇത് നോട്ട് ബിലോങ്സ് ടു എന്താ ഞാൻ എഴുതി വെച്ചു? നോട്ട് ബിലോങ്സ് ടു എക്സ്. എന്താ കാരണം? ക്യൂബ് റൂട്ട് ഓഫ് y പല സംഖ്യകളും വരാം.
വൈയുടെ സ്ഥാനത്ത് 2-3 സംഖ്യ കൊടുക്കുക. കൃത്യമായി ക്യൂബ് റൂട്ടുള്ള സംഖ്യയുണ്ട്. 8 കൊടുത്തു എന്ന് വിചാരിക്കുക, ക്യൂബ് റൂട്ട് കിട്ടും കൃത്യമായിട്ട്. വൈ 8, വൈ പലതും വരാതെ എന്ന് വരുന്നത് ഈ സെറ്റിനാണ് വരുന്നത്. കോഡൊമൈന വൈ എടുത്തിരിക്കുന്നത് നമുക്ക് ഓർമ്മ ഉണ്ട്, കോഡൊമൈന എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് പോസിറ്റീവ് സംഖ്യയും വരാം. അപ്പോൾ 8 എടുത്തു എന്ന് വിചാരിക്കും, വൈയുടെ സ്ഥാനത്ത് 8 എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്താ വരിക? 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ എന്നിലെ അംഗമാണ്. പക്ഷെ തീർന്നോ? ആ ഇതുകൊണ്ട് നമുക്ക് സമാധാനിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം വേറെയും സംഖ്യകൾ നോക്കണം. നീ 2 എടുത്തു എന്ന് വിചാരിക്കും, വേറൊരു സംഖ്യ എടുത്തു. 8 പൂർണ്ണമായും ക്യൂബ് ഉള്ളതാണ്, ക്യൂബ് റൂട്ട് ഉള്ളതാണ്. 8ൻ്റെ ക്യൂബ് റൂട്ട് 2 ആണ്. അപ്പോൾ അത് ശരിയാണ്. പക്ഷെ 2 എടുത്ത് നോക്കിയാൽ തെറ്റി. 2 എടുക്കുമ്പോൾ എന്ത് വരും? ബട്ട് ഇത് ശരിയാണ്, 2 ബിലോങ്സ് ടു n ആണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ബട്ട് ക്യൂബ് റൂട്ട് ഓഫ് 2 ഈ വൈയുടെ സ്ഥാനത്ത് എടുക്കുന്നത് 2. കാരണം വൈ n എന്നാണ് എടുക്കണം. n എന്ന് ഏത് പോസിറ്റീവ് സംഖ്യ എടുക്കാം. 8 എടുക്കാം, 2 എടുക്കാം, 5 എടുക്കാം, അങ്ങനെ പല സംഖ്യകളും എടുക്കാം. അതിൽ 2 എടുത്തു, നമ്മൾ സൗകര്യത്തിന് വേണ്ടി 2 എടുത്തു. അല്ലെങ്കിൽ വേറെ ഏത് സംഖ്യ എടുക്കാം. ക്യൂബ് റൂട്ട് ഇല്ലാത്ത സംഖ്യ എടുക്കണം, തിരഞ്ഞെടുക്കണം എന്നർത്ഥം. 5 എടുക്കാം, 6 എടുക്കാം, 8 എടുക്കരുത്. 8 ക്യൂബ് റൂട്ടാണ്. ഒരു ക്യൂബ് റൂട്ട് ഇല്ലാത്ത സംഖ്യ നോക്കിയെടുക്കണം. അപ്പോൾ 2 എടുത്താൽ എന്ത് കിട്ടും? ക്യൂബ് റൂട്ട് ഓഫ് 2. ക്യൂബ് റൂട്ട് ഓഫ് 2 നിങ്ങൾ മൊബൈലിലൊന്ന് അടിച്ചു നോക്കൂ, കാൽക്കുലേറ്ററിൽ. ക്യൂബ് റൂട്ട് ഓഫ് 2 എന്താ കിട്ടുക എന്ന്. എപ്പോഴും ദശാംശ സംഖ്യ ആയിരിക്കും, ഒരു ഡെസിമൽ സംഖ്യ ആയിരിക്കും കിട്ടുക. ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് 2 തുല്യ സംഖ്യകളെ തമ്മിൽ, ഏത് 3 തുല്യ സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാലാണ് 2 കിട്ടുന്നതെന്ന ചോദ്യം. ക്യൂബ് റൂട്ട് ഓഫ് 2 കണ്ടെത്താനേ ഏത് 3 തുല്യ സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാലാണ് 2 എന്നുള്ള സംഖ്യ കിട്ടുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കാണുക നമ്മൾ. ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൊബൈലിലെ കാൽക്കുലേറ്ററൊന്ന് അടിച്ചു നോക്കൂ. ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ വരിക? ഡെസിമൽ സംഖ്യ വരിക. ഈ ഡെസിമൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിൽ ഉണ്ടോ? നാച്ചുറൽ നമ്പറിൽ ഇല്ല. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുന്നത്? ഈ സംഖ്യ നോട്ട് ബിലോങ്സ് ടു n, ഡൊമെയിൻ ഓഫ് f. എന്ന് പറഞ്ഞാൽ ഡൊമെയിനിലില്ല. ചെക്ക് എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ ഓഫ് f. അത് ഉണ്ടെങ്കിൽ ഓൺ ടു ആണ്, ഇല്ലെങ്കിൽ ഓൺ ടു അല്ല. അപ്പോൾ ഇത് റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത്, അതായത് എക്സ് ഇതിങ്ങനെ പറഞ്ഞാൽ എക്സ് ഡസ് നോട്ട് ബിലോങ് ടു n. അതിന് കാരണം പറഞ്ഞു, 8 നെഗറ്റീവ് നമ്പറാണ്, അല്ല പോസിറ്റീവാണ്. പക്ഷേ നെഗറ്റീവ് ഈ 2 എന്ന് പറഞ്ഞാൽ എന്നിലെ അംഗമല്ല, ക്യൂബ് റൂട്ട് ഓഫ് 2. അതുകൊണ്ട് എക്സ് നോട്ട് ബിലോങ്സ് ടു n, എന്ന് ഡൊമെയിൻ ഓഫ് f. അപ്പോൾ എക്സ് ഡൊമെയിനിലാണ് നോക്കേണ്ടത്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ ഓഫ് f ആണെങ്കിൽ ഓൺ ടു ആകുമായിരുന്നു, പക്ഷെ അല്ല. അതുകൊണ്ട് f ഈസ് നോട്ട് സർജക്റ്റീവ്. ഇത് സർജക്റ്റീവ് അല്ല, ഇത് ഓൺ ടു അല്ല എന്നർത്ഥം. ഇത് ഓൺ ടു അല്ല എന്നർത്ഥം. ഓക്കെ, ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രോബ്ലം തന്നെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ടെങ്കിൽ ഈ മോഡൽ തന്നെ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഈ മോഡൽ തന്നെ ചെയ്ത് പഠിക്കൂ. നമുക്ക് വേറൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഇനി വേറെ ഒരെണ്ണം, ഈ പ്രോബ്ലം മൊത്തം ഒന്ന് മാറ്റാം. ഇപ്പോൾ അത് ആവർത്തിച്ച് തന്നെ ചെയ്തു വരികയാണ്. പക്ഷേ ഏറെക്കുറെ ഒരു രൂപം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ വർക്കിംഗ് റൂൾ ഇവിടെ എഴുതി വയ്ക്കുമെന്ന് മാറ്റുന്നില്ല. ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം നമുക്ക്. അത് വേറൊരു പ്രോബ്ലം മാറ്റി നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ.